ആദമിന്റെ ആ മൺകൂടാരത്തിലേക്ക് അല്ലാഹു തആല ഈ നൂറിനെ ഇട്ടുകൊടുത്തു. അങ്ങനെയാണ് അല്ലാഹു തആല ഈ കാണുന്ന പ്രത്യക്ഷ ലോകത്തേക്ക്, ഈ അലമുൻ നാസൂത്തിലേക്ക് അല്ലാഹു എന്നെ ഇറക്കിയത്, എന്നെ കൊണ്ടുവന്നത് ആദമിലേക്ക്. അല്ലാഹു തആല ഈ നൂറിനെ ഇട്ടുകൊടുത്ത് ആദമിന്റെ മുതുകിലൂടെയാണ് അല്ലാഹു എന്നെ കൊണ്ടുവന്നത്. അതിനുശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു തആല ഈ പ്രകാശത്തെ കൈമാറുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെ ഓരോരോ പ്രവാചകന്മാരിലൂടെയും കൈമാറി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കും അല്ലാഹു തആല ഈ നൂറിനെ ഇട്ടുകൊടുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഈ നൂർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ നൂർ ഉള്ളത് കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ തീ തണുപ്പായി മാറിയത്. നിങ്ങൾ ചിന്തിക്കണം, ഓരോ പ്രവാചകന്മാരിലൂടെയും അള്ളാഹു കൊണ്ടുവന്നത് ഈ നൂറിനെയാണ്. ഓരോ അമ്പിയാക്കന്മാരും ഈ നൂറിന്റെ വിശദീകരണങ്ങളാ. ഓരോ അമ്പിയായിലൂടെയും ഈ നൂറിനെയാണ് അള്ളാഹു കൊണ്ടുവരുന്നത്. വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ. അങ്ങനെ അല്ലാഹു തആല ഓരോ പ്രവാചകന്മാരിലൂടെയും ഈ നൂറിനെ കൈമാറി വിശുദ്ധമായ പിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധമായ ഗർഭാശയങ്ങളിലേക്ക് അല്ലാഹു തആല ഈ നൂറിന്റെ കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം